നമുക്ക് പുറകിൽ നിന്ന് വരുന്ന ആ വ്യൂ നന്നായിട്ട് രണ്ട് മിററിലൂടെയും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആ ഒരു രീതിയിൽ മിറർ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം വണ്ടി എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവാം കേട്ടോ. മിററൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങുകയാണ് വീണ്ടും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇടത്തോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പം ഇൻഡിക്കേറ്റർ ഇടണം. ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമ്മളവിടെ വണ്ടി നിർത്തണം. കാരണം വണ്ടി ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന കണ്ടില്ലേ, വലത് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തതാ. അതിൻ്റെ ഇടയിലേക്ക് ചെന്ന് കയറാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ സ്പീഡിലായിരിക്കും വരുന്നത്. നമ്മൾ ചെന്ന് ഇങ്ങനെ കയറ്റുന്ന സമയത്തെ അവരും കറക്റ്റ് കൊണ്ടുവരും. അപ്പം വണ്ടി തട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വണ്ടി വരുന്നുണ്ട്. ആ വണ്ടി കടന്നു പോയതിന് ശേഷം മാത്രം നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങാം, ആ ജംഗ്ഷനിലേക്ക് കടക്കാവുള്ളൂ കേട്ടോ. അപ്പം തൊട്ട് മുമ്പിൽ തന്നെ ഇങ്ങനെ ഒരു ഫ്രൂട്ട്സിന്റെ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ നമുക്കത് ഓവർടേക്ക് ചെയ്ത് പോകാനായിട്ട് ഇതുപോലെ ഈ ബസ്സും കാറും ഒക്കെ അവിടെ കിടപ്പുണ്ട്. അതിങ്ങനെ അങ്ങ് തന്നെ കണ്ടായിരുന്നു ബസ്സൊക്കെ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഓവർടേക്ക് ചെയ്യാതിരുന്നത്. ഇവിടുന്ന് നമ്മൾ ഇടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നന്നായി ഹോൺ അടിച്ചതിന് ശേഷം മാത്രം ഓവർടേക്ക് ചെയ്യുക. അതുപോലെ ആ വണ്ടി അവിടെ സൈഡ് നിർത്താനായതുകൊണ്ടാണ് ഞാൻ അന്നേരം ഓവർടേക്ക് ചെയ്തിങ്ങ് പോകുന്നത് കേട്ടോ. ഈ റോഡിന് എപ്പോഴും വണ്ടി ഉണ്ടാവാറുള്ളതാണ്.